ഒരു നിമിഷം നമുക്കൊപ്പം മല്ലിക സുകുമാരൻ കൂടി നമുക്കൊപ്പം ഉണ്ട്. നമസ്കാരം ചേച്ചി, ഇതെന്തൊക്കെയാണ് സംഭവിക്കുന്നത് അമ്മയിൽ? നമ്മളൊരു പുതിയ നേതൃത്വത്തെ എടുത്തു, ആ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നൊക്കെ എന്തൊക്കെയാ ഈ കേൾക്കുന്നത്? ഒന്നും ഞാനും അത് തന്നെയാണ് അതിശയിച്ചത്. ഇതെന്താണെന്നറിയാമോ, ഇവര് വലിയ സെക്രട്ടറി, ട്രഷറർ, മണ്ണാങ്കട്ടി ഇതൊക്കെ പല പൊസിഷനിൽ അവിടെ ഇരുന്നുകൊണ്ട് എല്ലാം ഒളിച്ചു വെച്ച് പലത്തെ പറഞ്ഞ് എനിക്ക് അറിയാമല്ലോ. എനിക്ക് തോന്നുന്നു മിസ്റ്റർ അരുണിനും അറിയാം. എനിക്ക് ഇത് ആദ്യം മുതൽ ഞാൻ പറയുന്നതാണ്. പിന്നെ കുറെ കാലം ഞാൻ പ്രതികരണം വേണ്ടെന്ന് വെച്ചു. ഇതിപ്പോ ഒരു ഘട്ടം കഴിഞ്ഞപ്പോ ഈ കുട്ടി തന്നെ പലർക്കും മെസ്സേജ് അയക്കാൻ തുടങ്ങി. സത്യം പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ്. അപ്പൊ ഞാന് പറഞ്ഞു, അല്ല ഇതെന്താ, അത് ഞാൻ കഴിഞ്ഞ എക്സിക്യൂട്ടീവ് മീറ്റിംഗിൽ ഞാനും അവിടുത്തെ സെക്യൂരിറ്റിയും ഇത് ലൈവായിട്ട് ഇവര് 12 പേരിരിക്കുന്നിടത്ത് വെച്ച് പറഞ്ഞതാണ്. എല്ലാം പറഞ്ഞു. അപ്പൊ അതെല്ലാം പ്രസിഡന്റ് അടക്കമുള്ളവര് റെക്കോർഡ് ചെയ്തെന്നോ കേട്ടെന്നോ പിടിച്ചെന്നോ അപ്പൊ ഒന്നും അവര് ചെയ്യുന്നില്ല. അതെല്ലാം അവര് ഒളിച്ചു വെച്ചു. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് ഇത്രയും ഒരു ഘട്ടമായിട്ട് കേസ് കൊടുക്കുന്നു, പിടിക്കുന്നു, പോകുന്നു. അപ്പൊ പോലീസ് SIO CA ഈ കുട്ടി അതുല്യെ വരട്ടി എന്ന് പറയുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഇവരവിടെ പറഞ്ഞ സമയത്ത് ഈ ഒരാളെ ടെർമിനേറ്റ് ചെയ്യുന്നു, കുക്കു പരമേശ്വരൻ. ഇത് കേട്ടോണ്ടിരുന്ന കുക്കു പരമേശ്വരൻ, പ്രസിഡന്റും സെക്രട്ടറിയും ബാക്കിയുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾക്കെല്ലാം കഴിഞ്ഞ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഇവരിത് പറഞ്ഞെങ്കിൽ എന്തിനാണ് ഈ പോലീസും പട്ടാളവും വരുന്ന വരെ ഇവര് മിണ്ടാതിരുന്നത്? അപ്പൊ അതിനകത്ത് ഒരു എനിക്ക് തോന്നുന്നത്, ഞാൻ തുറന്നു പറയാണ്, പിന്നെ ഇതിനകത്ത് ഇടപെടേണ്ട ആൾക്കാർ ഇടപെടണം. ചുമ്മാതെ ഇപ്പൊ അയാൾ തന്നെ എന്താ പറയുന്നത്, നീനാക്കുറുപ്പ് പറഞ്ഞു ഇങ്ങനെ പറയാൻ. നീനാക്കുറുപ്പിന് എന്താ ക്ലാസ് എടുപ്പാണോ ജോലി അഭിനയിക്കുന്നത് അവിടെ പറഞ്ഞു കൊടുക്കാൻ? സെക്യൂരിറ്റി എങ്ങനെ അഭിനയിക്കണം, ക്ലർക്ക് എങ്ങനെ അഭിനയിക്കണം, ഇതൊക്കെ എത്ര പേരെയാണ് ബാധിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ മിസ്റ്റർ അരുൺ. കാരണം മമ്മൂട്ടി, മോഹൻലാൽ അടക്കമുള്ള ഒരു സംഘടനയാണ്. പിന്നെ അവരൊന്നും അങ്ങനെ പരിപാടികൾക്ക് പോകാറില്ല. ഞാനാണെങ്കിൽ ഇപ്പൊ പടവും പപ്പടവും ഒക്കെ കുറച്ച് അത്യാവശ്യം തിരുവനന്തപുരത്തും കൊച്ചിയിലും ഇരിക്കുമ്പോൾ നമുക്ക് പരിചയമുള്ള വലിയൊരു സമൂഹം പുറത്തുണ്ട്. എന്റെ സഹോദരൻ വഴി, എന്റെ സഹോദരിമാര് വഴി, ഞാൻ പഠിച്ച കോളേജുകാര്, അവരൊക്കെ പല പല വലിയ ഡിപ്പാർട്ട്മെന്റുകൾ അവരുടെ മക്കളും കൊച്ചുമക്കളൊക്കെ ജോലി ചെയ്തു. അപ്പൊ വിളിക്കുമ്പോൾ നമ്മൾ പോവും. ചെന്നിരിക്കുമ്പോ കൊള്ളാവുന്ന ആൾക്കാർ ആദ്യം ചോദിക്കുന്നത്, അല്ല ചേച്ചി ഒന്നും വിചാരിക്കില്ല, എന്ത് അവിടെ നടക്കുന്നത്, എന്ത് ഉത്തരവാ നമ്മൾ പറഞ്ഞ ഭയങ്കര നാണക്കേടാണ്. കാരണം നമ്മളെ ഒരക്ഷരം ഇവരെ അറിയിക്കത്തില്ല, മിണ്ടത്തില്ല, നമ്മളോടൊന്നും ആലോചിക്കത്തില്ല. ഇവരൊക്കെ ആലോചിക്കുന്നത് പിന്നെ ആരുമായിട്ടാ? അപ്പൊ എനിക്ക് അവിടുത്തെ ഒരു സാധനവും വഹിക്കാൻ എനിക്ക് വേണ്ടെന്നാലും ഞാൻ പോത്തുമില്ല. പക്ഷെ അത് വേറെ കാര്യം. പക്ഷെ എന്നാലും ഈ ഇൻഡസ്ട്രിയിൽ പരിചയമുള്ളവരും കുറെ ലോകം കണ്ടവരും സത്യം പറയാൻ മടിയില്ലാത്തവരോടും കാര്യങ്ങൾ ചോദിക്കണ്ടേ? അതങ്ങനെ ഒരു സംഭവം അവിടെ ഇല്ല. കാരണം ഇപ്പൊ തന്നെ ഈ മുഹമ്മദ് അയച്ചിരിക്കുന്ന വോയിസ് മെസ്സേജ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് കിട്ടിയ പിന്നെ ഞങ്ങൾക്ക് കോമന്റ് ഉണ്ട്. ഇതെങ്ങനെ പോയി, എവിടെ നിന്ന് പോയെന്നൊക്കെ ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷെ അത് കേൾക്കാൻ പറ്റുമോ? ഒന്ന് കേട്ട് നോക്കിയാട്ടോ, നിങ്ങളുടെ കയ്യിലുണ്ടെന്നല്ലേ പറയുന്നത്. അതെങ്ങനെയാണ് നമ്മൾ പുറത്ത് പറയുന്നത് ഇതാണ് അവിടെ നടക്കുന്നത്? അപ്പൊ ഞാൻ അതാണ് ആദ്യം ഒരു പോയിന്റ് പറഞ്ഞത്. ഇതിനകത്ത് കാരണക്കാരായവരെ ജൽ ബോഡി വരെ പുറത്ത് നിർത്തണം. അതെന്തുകൊണ്ട് ചെയ്തില്ല? എനിക്ക് അതിനകത്ത് മാത്രമേ ഉള്ളൂ ശ്വേതയുടെ ഒരു വിഷമം. ഷീ ക്യാൻ ഡു ഇറ്റ്. കാരണം ഒരു തെറ്റ് ചെയ്തപ്പോ ഈ കുട്ടിയെ പറഞ്ഞ് വീട്ടിൽ വിടുന്നു, പിന്നെ വന്ന് പറഞ്ഞ് ഉണ്ണി ശിവപാലിനെ വേറെ എങ്ങാണ്ട് ജൽ ബോഡി വരെ മാറ്റി നിർത്തുന്നു. പിന്നെ എന്താ കുക്കു പരമേശ്വരനുള്ള പ്രത്യേകത, നീനാക്കുറിപ്പിനുള്ള പ്രത്യേകത എന്താ? അപ്പൊ എന്താ കാര്യം? ഈ ബാധിക്കപ്പെട്ട അതുല്യ എന്ന് പറയുന്ന കുട്ടി സിനിമാ നടി അല്ലാത്തതുകൊണ്ടാണോ അതിനെ മാത്രം പുറത്താക്കിയത്? അൻസിബ എന്ന നടിയെ കുറിച്ച് പുറത്ത് വേറെ കഥകൾ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ചിലർ ശ്രമിക്കുന്നു. മൊത്തത്തിൽ ഇതൊരു അപവാദ പ്രചരണ പറ്റി ഞാൻ അൻസിബയുടെ ഒരു ചില ടിവിയിലെ ചില സംഭവങ്ങൾ കണ്ടു. വളരെ കാര്യമായിട്ട് ഒരു അമ്മുമ്മയുടെ സ്ഥാനത്ത് നിർത്തി എന്നോട് നിരന്തരം സംസാരിച്ചിരുന്ന ഒരു കുട്ടിയാണ് അൻസിബ. അൻസിബ അത്ര ഒരു തെറ്റ് ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് എനിക്ക് അല്ല, ഇപ്പൊ ഈ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. പക്ഷെ അതിപ്പോ ഉണ്ടായ പുതിയ ഡെവലപ്മെന്റ്സ് ആണ്. അപ്പൊ അങ്ങനെ അൻസിബ പണ്ട് കൊടുത്തപ്പോ പറഞ്ഞിട്ടുണ്ടോ, പിന്നെ കൊടുത്തപ്പോ പറഞ്ഞിട്ടുണ്ടോ? പക്ഷേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ച് വയ്ക്കാൻ അറിയാവുന്ന വിദഗ്ധര് ഈ പറയുന്നത് പോലെ ഈ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് ചിന്നി അടക്കമുള്ളവരുടെ വോയിസ് മെസ്സേജ് കേൾപ്പിക്കട്ടെ. അവര് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അവിടെ തന്നെ. ഞാൻ ഇപ്പൊ ആദ്യമായിട്ട് ഒരു കഴിഞ്ഞ ആഴ്ചയാണ് ആ കെട്ടിടം കാണുന്നത്. ഒരു 10-20-25 ക്യാമറ ഉണ്ട്. അത് കൂടുതലുണ്ട്, 30. കാരണം ഓരോ റൂമിലും 5-8 ക്യാമറകളാണ് ഇപ്പോഴും. അതെല്ലാം വിത്ത് വോയിസ് റെക്കോർഡറാണ്. അത് തന്നെ തെറ്റല്ലേ? ഇതിപ്പോ പല ലോബി ആയിട്ട് തീർന്നോ? നേരത്തെ ബാബുരാജിന്റെ നേതൃത്വത്തിൽ ഒരു ലോബി, ബാബുരാജിനെതിരെ ഒരു ലോബി എന്നൊക്കെ ആയിരുന്നു. ഇപ്പൊ അതൊക്കെ മാറി പല ലോബികളായോ?
ഞാൻ നിങ്ങൾക്ക് ആർക്കും അറിയാത്ത പല കാരണങ്ങളും നമുക്ക് എഴുതി വരുന്നത് പുറത്ത് പറയാൻ പറ്റില്ല. കല്യാണാലോചന വരെ അവിടെ ബിരുദമല്ല, അടുത്ത തലമുറയ്ക്ക് വേണ്ടി കല്യാണം ആലോചിക്കുന്നവരെ തൊണ്ട് വലിയ ചേച്ചി എന്നാണ് 1-2 പേര് ചില സങ്കടങ്ങൾ പറഞ്ഞത്. ഞാൻ പോയി എന്റെ പോലും എനിക്കറിയത്തില്ല, ഇതൊന്നും ഞാൻ അവിടെ വരാറേ ഇല്ല. പക്ഷെ എനിക്ക് ഏറ്റവും വലിയ സങ്കടം തോന്നിയത് എന്താന്ന് വെച്ചാല്, ഞാൻ അവിടെ ചെന്നപ്പോ ഞാൻ ഇരിക്കുന്ന ഫ്ലോറിൽ AC ഇല്ല, അവിടുന്ന് ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ അതിനൊരു മെസ്സേജ് എനിക്ക് വന്നിട്ടുണ്ട്, ചുമ്മാതാ ചേച്ചി 1-ലും 3-ലും AC ഉണ്ട്, ലിഫ്റ്റ് ഉണ്ട്, നടുക്ക് വെച്ചൊക്കെ AC ഇല്ലാതായത് ചുമ്മാതാ, അത് ഓഫ് ചെയ്തായിരിക്കും. കാരണം അതിനൊരു കാര്യം കൂടെ ഞാൻ പറയാം, ഞാൻ അമ്മ ഓഫീസിൽ ആ പരിപാടിക്ക് ചെല്ലും എന്നുള്ളത് ഭയങ്കര ഷോക്ക്ഡ് ആയിപ്പോയി എന്നെ കണ്ടപ്പോ 2-3 വ്യക്തികൾ. ഞാനവിടെ കയറൂല എന്നുള്ള, അല്ല ഞാൻ കയറിയെന്ന് ചോദിച്ചിട്ടോ സംഭവിക്കുന്നല്ല ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്. പക്ഷെ ഞാൻ അവിടെ ചെന്നത് എങ്ങനെ വന്നു, ആര് വിളിച്ചിട്ട് വന്നു, അത് അവിടെ ഒരു ചർച്ചയായിരുന്നു. എന്നെ വിളിച്ചത് ശ്വേതയാണ്. അത് കഴിഞ്ഞ് ടിനി പറഞ്ഞു, ചേച്ചി വിചാരിക്കുന്നത് പാട്ടും കൂത്തും ഡാൻസും ഒന്നും അല്ല ചേച്ചി, ഇരിക്കാനൊക്കെ കുറച്ച് നേരം ഇരുന്നാൽ മതി, പ്രായമായവർക്ക് എന്തോ ഫ്രീ ആയിട്ട് കണ്ണാടി കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല പരിപാടിയായിരുന്നു. അത് സത്യമാണ്. അത് ഓഫ് കോഴ്സ് ദാറ്റ് ക്രെഡിറ്റ് ഗോസ് ടു ശ്വേത. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത്, അതിനൊന്നും പ്രോത്സാഹിപ്പിച്ച് അതിനെ വെളിയെ ലോകത്തേക്ക് എത്തിക്കാനായിട്ട് അവിടെ ആളില്ല. ഈ വേണ്ടാതീനം പറഞ്ഞു കൊടുത്ത് എല്ലാരെയും കൂടെ ഒന്നിച്ച് നാറ്റിക്കാനായിട്ടാണോ ഇവരൊക്കെ അവിടെ ഇരിക്കുന്നത്? ഞാൻ പറഞ്ഞത്, ഈ ഒരിത്തിരി ഇനി അവിടെ ഇരിക്കണ്ട. ഏറ്റവും നല്ലതാണ് ഈ സംഘടന. അല്ല, എല്ലാവർക്കും വേണമെങ്കിൽ അവരൊക്കെയാണ് തിരക്ക് പിടിച്ച സിനിമാക്കാർ. നാളെ ഇൻഡസ്ട്രി മൊത്തം ഇതാണ് അവിടുത്തെ അമ്മ ഓഫീസിലെ ജോലി എന്ന് പറയാതിരിക്കണമെങ്കിൽ ഈ കമ്മിറ്റി മൊത്തം, അതായത് ഈ പുതിയ ഭാരവാഹിയെ പിരിച്ചു വിട്ടിട്ട് പുതിയൊരു ഇലക്ഷന് പോട്ടെ. ഏറ്റവും ആയിരിക്കുന്നല്ല അരുണേ, അത് തന്നെയാണ് നല്ലത്. ഇല്ലെങ്കിൽ നമുക്കൊന്നും പുറത്തോട്ട് ഇറങ്ങാൻ വയ്യാത്ത അവസ്ഥയാണ്. ഏത് കൊള്ളാവുന്നവരുടെ പരിപാടിക്ക് പോയാലും ഇപ്പൊ ഞാൻ പറയുമ്പോ ഇതൊക്കെ തെറ്റാണ് എന്ന് പറയുമ്പോൾ സോപ്പിടാനായിട്ട് രാഷ്ട്രീയ തലത്തിലോ അല്ലെങ്കിൽ സാംസ്കാരിക തലത്തിലോ സിനിമയ്ക്കുള്ളിലെ പല സംഘടനകളിലും പലരുടെ ആൾക്കാരുണ്ട്. അവരൊക്കെ തലകുലിക്ക് സംബന്ധിച്ചു തുടങ്ങി, എന്തോ സംബന്ധിച്ചേ പറ്റുള്ളൂ. ഇത് ഞാൻ പറഞ്ഞതാണ് പണ്ട്, നിങ്ങളെല്ലാരും സംഘടനയിൽ ഇരുന്നുകൊണ്ട് ഏതെങ്കിലും 1-2 പെണ്ണുങ്ങൾ പറയുന്നത് കേട്ടോണ്ട് എന്തൊക്കെയാ കേൾക്കുന്നത്? അതായത് അവിടുന്ന് പാലക്കാട് വരെ പോയിട്ട് വരാൻ 1 ലക്ഷം രൂപ ചുമ്മാ പൈസ എടുക്കുന്നതിനെ പറ്റി ഞാൻ അവിടെ പോയപ്പോ ഒരുപാട് പലരും എന്നെ വിളിച്ചിട്ട് സങ്കടം പറയുന്നത്. ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? അത് നിങ്ങളുടെ ട്രഷററോട് പറ. അല്ല, അതിപ്പോ സെക്രട്ടറിയും ട്രഷററും ഒറ്റ കൈയാണെങ്കിൽ എങ്ങനെ മാഡം ോട് പറയണം എന്നൊക്കെയല്ലേ നമുക്ക് പറയാനുള്ളൂ. എന്താ ജലബോഡിയിലെങ്കിലും ആ നല്ല തീരുമാനം ഉണ്ടാവട്ടെ. ഞാൻ ഒന്ന് അതുല്യയിലേക്ക് ഞാനും പ്രാർത്ഥിക്കുന്നു, നിങ്ങളുടെ എല്ലാവരുടെയും ഒരു പ്രാർത്ഥന. ആ പാവപ്പിടിച്ച കുറെ ആൾക്കാരുണ്ട് അവിടെ മരുന്നിന്. തീർച്ചയായിട്ടും നമുക്ക് അവരെ കുറിച്ചാണ് ആശങ്ക ചേച്ചി. ആ പാവപ്പെട്ട നമ്മുടെ കലാകാരികളും കലാകാരന്മാരും ഉണ്ടല്ലോ, അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ചില സേവനങ്ങൾ അത് ഇത് കാരണം ഇല്ലാതായി പോകരുത്. ശരിയാണ് ചേച്ചി പറഞ്ഞത്. താങ്ക് യു ചേച്ചി.